CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ മകൾ വീണ ടിക്കെതിരെയുള്ള ഇഡി നീക്കങ്ങൾക്ക് പിന്നാലെ മാധ്യമങ്ങൾക്കും പ്രമുഖ മാധ്യമ ഉടമയ്ക്കുമെതിരെ കടുത്ത രാഷ്ട്രീയ മാധ്യമ പോരാട്ടത്തിന് തിരികൊളുത്തി മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ രംഗത്ത്. മലയാള മനോരമ പത്രത്തെയും അതിന്റെ ചീഫ് എഡിറ്റർ മാമൻ മാത്യുവിനെയും പേരെടുത്ത് പറഞ്ഞ് പരസ്യമായി വെല്ലുവിളിച്ച പിണറായി തന്റെ കൈകളിൽ കറ പുരട്ടാമെന്ന് ആരും കരുതേണ്ടതില്ലെന്ന് തൃശൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അസന്നിഗ്ധമായി വ്യക്തമാക്കി. മലയാള മനോരമ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾക്കെതിരെ വ്യാജ വാർത്തകൾ നൽകിയതെന്ന് പിണറായി വിജയൻ ചോദ്യമുയർത്തി. വീണ ഈ പറയുന്ന പണം ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നും റിയാസ് അത് ഹവാല ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചെന്നും വാർത്ത നൽകാൻ മാമൻ മാത്യുവിനും മനോരമയ്ക്കും എങ്ങനെ സാധിച്ചുവെന്ന് അദ്ദേഹം ചോദിച്ചു. വാർത്തകൾ നിർമ്മിക്കുകയല്ല മാധ്യമങ്ങൾ ചെയ്യേണ്ടതെന്നും തനിക്കെതിരെയാണെങ്കിൽ എന്തും പ്രചരിപ്പിക്കാമെന്ന ധാർഷ്ട്യമാണ് മനോരമ കാട്ടുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം പ്രതിപക്ഷ നേതാവിന്റെ ഈ രൂക്ഷമായ വിമർശനം റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്ത്രപരമായ നിലപാടാണ് മനോരമ ഓൺലൈൻ സ്വീകരിച്ചത്. തങ്ങളുടെ ചീഫ് എഡിറ്റർ മാമൻ മാത്യുവിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് പിണറായി വിജയൻ നടത്തിയ രൂക്ഷ വിമർശന ഭാഗം മനോരമ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കപ്പെടുകയായിരുന്നു. തങ്ങൾക്കെതിരായ ആരോപണത്തിന്റെ മൂർച്ച കുറയ്ക്കാനും സ്വന്തം മാനേജ്മെന്റ് തലവന്റെ പേര് വാർത്തയിൽ നിന്ന് നീക്കം ചെയ്യാനുമുള്ള ശ്രമമായാണ് ഇത് നിരീക്ഷിക്കപ്പെട്ടത്. മറുവശത്ത് CPM മുഖപത്രമായ ദേശാഭിമാനി പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തെ അതീവ പ്രാധാന്യത്തോടെയാണ് നൽകിയത്. മനോരമയ്ക്കും അതിന് നേതൃത്വം നൽകുന്ന മാമൻ മാത്യുവിനുമെതിരെയുള്ള പിണറായി വിജയന്റെ വെല്ലുവിളി സഹിതമുള്ള പ്രസ്താവനകൾ ഒട്ടും ചോർന്നു പോകാതെ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തു. മാധ്യമ വിചാരണകൾക്കെതിരെയുള്ള പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിന് അടിവരയിടുന്നതായിരുന്നു മുഖപത്രത്തിന്റെ പ്രാതിനിധ്യം. റിപ്പോർട്ടർ TVയും ഇത് ആഘോഷമാക്കി. സ്വന്തം മകൾ വീണ ടി നേരിടുന്ന അന്വേഷണത്തെക്കുറിച്ച് വ്യക്തമായ നിലപാടോടെയാണ് പിണറായി വിജയൻ സംസാരിച്ചത്. തന്റെ മകളായതുകൊണ്ട് മാത്രമാണ് വീണയ്ക്ക് ഇത്തരം വിചിത്രമായ നടപടികൾ നേരിടേണ്ടി വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ചെറുപ്പക്കാരി വലിയ സ്വത്തിന്റെ ഉടമയൊന്നുമല്ലെന്നും അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ടെന്നും ഇനിയും ആവശ്യമായ വിവരങ്ങൾ നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സാധാരണഗതിയിൽ ED പത്രക്കുറിപ്പുകൾ ഇറക്കാറില്ലെന്നും എന്നാൽ ഈ വിഷയത്തിൽ പ്രത്യേക വാർത്താക്കുറിപ്പ് ഇറക്കിയത് കേസ് തന്നിലേക്ക് എത്തിക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം ആരോപിച്ചു. താനോ മകളോ കുടുംബാംഗങ്ങളോ യാതൊരുവിധ ഹവാല ഇടപാടുകൾക്കും നിന്നിട്ടില്ലെന്നും തന്റെ കൈകൾ എക്കാലത്തും ശുദ്ധമാണെന്നും അത് ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും പിണറായി അവകാശപ്പെട്ടു. തനിക്കെതിരെയുള്ള അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങൾക്ക് ദീർഘകാലത്തെ പഴക്കമുണ്ടെന്നും പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. 1996 തെരഞ്ഞെടുപ്പ് സമയത്ത് 2-3 കോടി രൂപ തനിക്ക് ലഭിച്ചുവെന്ന തരത്തിലുള്ള ആരോപണങ്ങളും CBI അന്വേഷണവും മുൻപുണ്ടായ കാര്യവും പിന്നീട് അതെല്ലാം വ്യാജമാണെന്ന് തെളിഞ്ഞ സംഭവവും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. വാർത്താ സമ്മേളനത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, സ്പീക്കർ ആയിരുന്ന AN ഷംസീറിനെതിരെ നടത്തിയ പരാമർശങ്ങളെയും പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞു. പിണറായിയെപ്പോലുള്ളവർ ത്യാഗം സഹിച്ചാണ് അധികാരത്തിലെത്തിയതെന്നും ഷംസീർ കുറുക്കുവഴികളിലൂടെയാണ് പദവിയിലെത്തിയതെന്നുമുള്ള വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന പൂർണ്ണമായും അസംബന്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. അവജ്ഞയോടെയാണ് പാർട്ടി നിലപാടിനെ കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.